എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി 4 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ ഇന്നലെയാണ് കുട്ടിയുടെ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയാണ് പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പറയുകയാണ്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്യാം, ഈ കുട്ടി പീഡനത്തിനിരയായെന്ന് ഞെട്ടിക്കുന്ന വാർത്ത ഇന്നലെ വന്നപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത ബന്ധുവിനെ തന്നെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് പീഡനമാണ് എന്നുള്ള തരത്തിൽ പോലീസിന് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതേക്കുറിച്ച് കുട്ടിയുടെ അമ്മ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രകൃതി ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയെ സമീപിക്കുന്നതേയുള്ളൂ. ഈ പീഡന വിവരവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു സൂചനകളും ഇല്ലായിരുന്നതിനാൽ കുട്ടിയുടെ അമ്മ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് നൽകിയ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴിയിൽ ശാരീരിക മാനസിക പീഡനങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മൊഴി. ഏതായാലും ഈ സംഭവം, അതായത് കുഞ്ഞ് ലൈംഗിക പീഡനത്തിനിരയായി, അതും 1 വർഷത്തോളം ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അമ്മയെ കസ്റ്റഡിയിൽ കഴിയുമ്പോൾ ഈ വിവരങ്ങൾ അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് ആദ്യമായി പരിശോധിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണത്തിന് വേണ്ടി ഇന്നലെ രാവിലെയാണ് ഈ കേസിൽ ഈ കുട്ടിയുടെ അടുത്ത ബന്ധുവായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം ഒരു കാരണവശാലും പോലീസുമായി ഈ പ്രതി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും ഇന്ന് റൂറൽ എസ് പി ഉൾപ്പെടെ പുത്തൻകര പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്, പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ച് പ്രതിയെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അറിയുന്നത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തലും ഇന്നുണ്ടാകും. കേസിൽ പോക്സോ ചുമത്തിയാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നതെങ്കിലും കൂടുതൽ വകുപ്പുകൾ, ബാലനീതി നിയമത്തിലെ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ പ്രതിക്കെതിരെ ചുമത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതൊരു കഷ്ടമാണ് ശ്യാം. 1 വർഷമായി പീഡനം തുടങ്ങിയെന്ന് പറയുമ്പോൾ കുഞ്ഞിനിപ്പോ ഉള്ളത് 4 വയസ്സ് പൂർത്തിയാവുന്നതേ ഉള്ളൂ. 3 വയസ്സിന് മുമ്പ് തന്നെ പീഡനം തുടങ്ങിയിരിക്കണം. എന്തൊരു നരക വീടാണ് എന്ന് ആലോചിക്കണം. ഈ പറഞ്ഞ ചോദ്യം ചെയ്യലിലും അന്വേഷണ വഴിക്കൊക്കെ അപ്പുറം കുഞ്ഞിനെ ഏതോ അടുത്തൊരു ബന്ധു പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിനത് മനസ്സിലാക്കാനുള്ള പ്രായമില്ല. അമ്മയാവട്ടെ ടോർച്ച് കൊണ്ട് തലക്കടിക്കുന്നു, കൈകൊണ്ടടിച്ച് നെഞ്ചത്ത് തിണർത്ത പാടുകൾ വരുത്തുന്നു, ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നു. കുഞ്ഞിന്റെ 4 വർഷത്തിനിടയിൽ എന്തൊക്കെ പാവം അനുഭവിച്ചാണ് പോയത് ശ്യാം? അഷ്മി, തീർച്ചയായും. കാരണം ആരാണോ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആ കുട്ടിക്ക് ആ 4 വയസ്സെന്ന് പറയുന്ന ചെറിയ പ്രായത്തിനിടയിൽ പുറത്തു പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ ആ കുഞ്ഞിന് അത് മറ്റൊരാളോട് തനിക്കിത് ഉണ്ടായി എന്ന് പറയാനുള്ള പ്രായം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും സങ്കടകരം. ഈ കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ വലിയ വേദനയിലായിരുന്നു. അതിലും വലിയ വേദനയാണ് ഇന്നലെ ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ഉൾപ്പെടെ അനുഭവിച്ചത്. കാരണം പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ നൽകിയ സൂചന ലഭിച്ചപ്പോൾ മുതൽ പോലീസ് ഈ വിവരം പുറത്തു പോകാതെ വലിയൊരു അന്വേഷണത്തിലായിരുന്നു. ഒടുവിലാണ് കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിലേക്ക് തന്നെ ഈ അന്വേഷണം പോലീസിന് എത്തിക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധുവിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാമായിരുന്നോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാകുമോ ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത്? പോലീസിന് കൂടുതൽ വിവരങ്ങൾ കുട്ടിയുടെ അമ്മ നൽകിയിട്ടുണ്ടോ? ഇതേക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? ഈ വിവരവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മയ്ക്ക് നിലവിൽ യാതൊരു ബന്ധവും നിലവിലത്തെ അന്വേഷണത്തിൽ ഒരു ബന്ധവുമില്ല, ഒരു വിവരം നൽകിയിട്ടുമില്ല. ഈ വിവരം ലഭിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിലാണ്. കാരണം ഡോക്ടർമാരാണ് പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന വിവരം പോലീസിനെ അറിയിക്കുന്നത്. ഈ വിവരം പോലീസിന് കിട്ടിയപ്പോൾ തന്നെ പോലീസ് കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾ പോലും കഴിഞ്ഞിരുന്നില്ല. ആ സമയം മുതൽ പോലീസ് സമാന്തരമായി തന്നെ അന്വേഷണം നടക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തുൾപ്പെടെ ഈ അടുത്ത ബന്ധു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്നു മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഈ പ്രതി എന്നുള്ളതും ശ്രദ്ധേയമാണ്. തുടർന്നാണ് ഇന്നലെ രാവിലെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോലീസ് പോകുന്നത്. കേസുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ ചോദിക്കാൻ എന്ന പേരിലാണ് ഇയാളെ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നീടാണ് ഇന്നലെ ഈ വിവരം ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ നിഷേധിച്ചുകൊണ്ട് പോലീസിനോട് കയർക്കുന്നത്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതിക്ക് ഏറെ നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കുറ്റസമ്മതം ഉണ്ടാകാത്തത് കൊണ്ടാണ് അറസ്റ്റിലേക്ക് ഇതുവരെ കടക്കാത്തത്. നമുക്കറിയില്ല. എന്തായാലും ആ കുഞ്ഞിന്റെ ശരീരത്തിന് ചുറ്റും നിന്ന് കരയുന്ന കുറെ ആൾക്കാരെ നമ്മൾ കണ്ടു. ആരെ നമ്പണം, ആരെ വിശ്വസിക്കണം എന്നറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ കരഞ്ഞവരിൽ ആരെങ്കിലും ഒരാളാണോ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്ന കാര്യമൊക്കെ 10 മണിയോടെ വാർത്താ സമ്മേളനത്തിൽ അറിയാൻ കഴിയും. എന്തായാലും അത് കേരളത്തിന് അറിയണം. അത് ഉറപ്പായും കേരളത്തിന് അറിഞ്ഞാൽ മതിയാവുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,